ലക്ഷം ലക്ഷം പിന്നാലെ കമ്മ്യൂണിസ്റ്റ് മുന്നാലെ. ഏതായാലും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പുതിയ ഒരു നയത്തിനെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. വിഷയത്തിലേക്ക് വരുന്നത് നമുക്ക് കലയുടെ കൊലപാതകത്തിനെ പറ്റി രണ്ട് വാക്ക്. കല എന്ന ദളിത് വംശജയായ ഒരു കുട്ടിയെ ഈഴവ സമുദായത്തിലുള്ളവർ തന്നെ വിവാഹം കഴിക്കുന്നു. അനിൽ പുള്ളിക്കാരൻ പ്രണയിക്കുന്നു, പ്രണയവിവാഹം, പ്രണയത്തിലൊരു കുഞ്ഞുണ്ടാകുന്നു. താൽക്കാലികമായി പുള്ളിക്കാരൻ വിദേശത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ലീവ് സമയത്ത് പുള്ളിക്കാരത്തേക്ക് മറ്റൊരാളുമായിട്ടുള്ള വിഷയം മനസ്സിലാക്കുകയും അതിൽ ദേഷ്യം മൂത്ത് ഇയാൾ കാറിൽ കൊണ്ടുപോയി കൊല്ലുകയും ചെയ്തു എന്നാണ് കൂട്ടുകാരനായ ഒരുത്തൻ കള്ളു കുടിക്കുന്നതിൻ്റെ ഇടയിൽ, കള്ളുകുടി സംഘത്തിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരു സത്യം. ഈ സത്യം പുറത്തറിഞ്ഞപ്പോൾ പലരും സാക്ഷികളായി വരുന്നു, ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഈ അവസ്ഥ അറിഞ്ഞ ഉടനെ പോലീസ് അങ്ങോട്ട് കയറി ഇടപെടുന്നു. അവരുടെ മകൻ ഇപ്പോൾ വലിയ കുട്ടിയാണ്, 15 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി അതിനെതിരെ സംസാരിക്കുന്നു. എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ ശവം കണ്ടെത്താതെ ഇങ്ങനെ പറയരുത്. എൻ്റെ അമ്മ മൂന്നാറിലെവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വേറൊരാളുമായിട്ട് ജീവിക്കുകയാണ്, ഇങ്ങനെയല്ല, എൻ്റെ അച്ഛൻ അങ്ങനെയല്ല, എൻ്റെ അച്ഛൻ നല്ലവനാണെന്നാണ് ഈ കുട്ടിയുടെ സംസാരം. ശരിയായിരിക്കാം, കുട്ടി ജനിച്ചപ്പോൾ തന്നെ അമ്മ കളഞ്ഞിട്ട് പോയി എന്നാണല്ലോ കേട്ടത്. അമ്മയോടുള്ള പകയായിരിക്കാം, അമ്മ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള വിശ്വാസമായിരിക്കും. പക്ഷേ 15 വർഷത്തെ ആ സ്ത്രീയുടെ അവഹേളനം, ആ സ്ത്രീക്ക് നേർപ്പെട്ട അവഹേളനം, അത് തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ കലയുടെ കൊലപാതകിയ അനിലിൻ്റെ വക്കാലത്ത്, അനിലിൻ്റെയും കൂട്ടരുടെയും വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് അവിടുത്തെ സെക്രട്ടറി, അതായത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പ്രധാന അഭിഭാഷകനായ സുരേഷ് മത്തായി. അതായത് CPM ബുധനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇദ്ദേഹം, അഡ്വക്കേറ്റ് സുരേഷ് മത്തായി. അപ്പോൾ ഇദ്ദേഹം വക്കാലത്ത് അങ്ങോട്ട് ഒഴിയുകയാണ്. ഇദ്ദേഹത്തിന് വക്കാലത്ത് ഒഴിയേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ എന്താ പെട്ടെന്ന് വന്നത്? എന്തിനായിരിക്കും പെട്ടെന്നൊരു വക്കാലത്ത് ഒഴിച്ചിൽ വന്നത് എന്നുള്ളതൊരു ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം, ഞാൻ ഇന്ന് ലൈവിൽ പറഞ്ഞൊരു വിഷയം അതാണ്. ഇത് എന്താണെന്നൊന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തൈക്കാട്ടുശ്ശേരിയിൽ ഒരു ദളിത് യുവതിയെ നടു റോഡിൽ മർദ്ദനം. തൈക്കാട്ടുശ്ശേരിയിൽ 2 വിഭാഗം, അതായത് അപ്പുറം ഇപ്പുറമുള്ളത് തമ്മിൽ തല്ല്, അത്രയേ ഉള്ളൂ. അതിന് ചേർത്ത പറമ്പിനടി, എന്ത് തന്നെ വിഷയം എന്ത് തന്നെയാലും ഒരു പെൺകുട്ടിയെ നടു റോഡിലിട്ട് തള്ളുകയാണ്. അത് എനിക്കത് ഇവിടെ കാണിക്കാനൊക്കത്തില്ല, ബട്ട് സ്റ്റിൽ അതങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഞങ്ങളുടെ ന്യൂസ് സ്കില്ലിൽ വന്ന ന്യൂസാണ്, അതിനകത്ത് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾ അതിനകത്ത് പോയാൽ ഈ അടിയുടെ സാധനങ്ങൾ അതിനകത്ത് വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നടു റോഡിലിട്ട് തല്ലുകയാണ്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പരാതി എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? തല്ലിയത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരാതി എടുക്കുന്നില്ല എന്ന് പോലീസ് പറയുകയാണ്. ജനാധിപത്യം എവിടെ? ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരയ്ക്ക് അടി കൊള്ളുകയാണ്. പ്രത്യേകിച്ച് ദളിത് വംശജ ഷെഡ്യൂൾ കാസ്റ്റിലുള്ളവരെ തല്ലിയാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട ഒരു രാജ്യത്തെ നിയമം നിലനിൽക്കുമ്പോൾ മാർക്സിസ്റ്റുകാരനിക്ക് എന്താണ് പ്രിവിലേജ്? ഹൗ കംസ്? അപ്പോൾ ഈ വിഷയം സത്യത്തിൽ VD സതീശനും നമ്മുടെ 56-52 വെട്ടൊക്കെ കൊണ്ട് മരിച്ച TPയുടെ ഭാര്യയും ഒക്കെ ഈ വിഷയം വളരെ ചർച്ചയാക്കുന്നു. നിയമസഭയിൽ വലിയ ബഹളമുണ്ടാക്കുന്നു. ആ ബഹളത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തിന് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നു? തെറ്റ് ആര് ചെയ്താലും തെറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്താൽ തെറ്റില്ലാന്ന് വരുമോ? അതെങ്ങനെയാണ് ശരിയാവുക? ഏതായാലും ഈ വിഷയത്തിൽ വളരെയധികം വൃത്തികെട്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലാണ് പോലീസ് ഇടപെട്ടിട്ടുള്ളത് തെളിവാണ് ഈ കേസ്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കലാ കേസിൻ്റെ വ്യക്തത വരുന്നു. കല ദളിത് വംശജയാണ്. വിവാഹം കഴിച്ചത് അനിൽ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിലുള്ള ആളെയാണ്. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞാകുന്നത് വരെ അയാൾക്ക് ആ മതമോ ജാതിയോ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നടന്നത് എൻ്റെ ഒരു അസംഷനാണ്, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പറയുന്നത്. കലയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് പറയുന്ന ഇയാൾ കലയെ കൊന്നു എന്ന് തന്നെ വെക്കുക, അല്ലെങ്കിൽ കല ഇനി ആർക്കൊപ്പെങ്കിലും പോയി എന്ന് തന്നെ വെക്കുക. വിത്തിൻ 15 ഡേയ്സിൽ അടുത്ത വിവാഹം കഴിക്കുമോ? ഒരിക്കലും ഇല്ല. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും അത് സഹിക്കാൻ ഒക്കത്തില്ല. എന്നാൽ പ്രേമിച്ച് വിവാഹം കഴിച്ച ഭാര്യ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയാൽ 15 ദിവസത്തിനുള്ളിൽ മറ്റൊരുത്തിയെ കൊണ്ടുവന്ന് ആ ബെഡിലേക്ക് വെക്കാൻ ഒരു കാരണവശാലും നടക്കത്തില്ല. ചിന്തിക്കുക പോലുമില്ല. ഒരു മാസമൊക്കെ നമുക്ക് സമയം കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ പോട്ടെ ഒരു 2 മാസം, എന്നാലും പോട്ടെ ഒരു 16.5 ദിവസം അത്രയെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് അയാൾക്ക് മറ്റൊരു പെണ്ണെ കിട്ടിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിഹിതമുണ്ടായിരുന്ന ആർക്കാണ്? കലയ്ക്കല്ലായിരുന്നു, ഇയാൾക്കായിരിക്കാം. വിവാഹമൊക്കെ വളരെ സർവ്വമംഗളമംഗല്യം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടാവും. വിവാഹത്തിന് ശേഷമായിരിക്കും പുള്ളിക്കാരത്തിയുടെ ജാതിയും ബാക്കിയുള്ളതും ഒക്കെ എഫക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ജാതി വിഭാഗീയത നമ്മുടെ സമൂഹത്തിൽ അതിഭീകരമായിട്ടുണ്ട്. തർക്കിക്കണ്ട, അത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത.
കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തെളിവായിട്ട് ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ടുവന്നൊരു നിയമം, അതിനകത്ത് തന്നെ ജാതീയതയുടെ ഒരു വൈക്ലഭ്യം നിങ്ങൾക്ക് കാണാം. അത് മാത്രമല്ല, റീസെൻ്റ്ലി നടന്ന ഒരു കാര്യം ഞാൻ പറയാം. റീസെൻ്റ്ലി നടന്ന ഒരു വിഷയം, ഇപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ പിന്നെ ദേവസ്വം ബോർഡിലേക്കുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്. അതിൽ മറ്റ് മതവിഭാഗത്തിലുള്ള മറ്റ് ജാതി വിഭാഗത്തിലുള്ള ആൾക്കാർ ഈ പൂജാരിയാകാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ജാതിക്കാരെയും പൂജാരി ആക്കുന്നുണ്ട്. ആദിവാസികളുടെ ദൈവമായ ശബരിമലയിലെ പിന്നെ പൂജാരി ആകാൻ വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ക്ലാഷ് നടക്കുന്നു, ഒരു കോടതിയിൽ ഒരു ഫയൽ സൂട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്തുനിന്ന് എന്താണ് നിങ്ങളുടെ പിന്നെ സർക്കാരിൻ്റെ ഒരു വിശദീകരണം വേണമെന്ന് ചോദിക്കുമ്പോൾ സർക്കാരിലേക്ക് വിശദീകരണം കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ ഒരു ദളിത് വംശജനാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു അഫിഡവിറ്റ് കൊടുക്കുകയാണ്. ഈ അഫിഡവിറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്, ബ്രാഹ്മണർ ഒരു പ്രത്യേക വിഭാഗക്കാർ തന്നെയാണ്, കൂടിയ ജാതിക്കാർ തന്നെയാണെന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഈ അഫിഡവിറ്റ് കൊടുക്കുന്നതെന്നും കൂടെ ഓർക്കണം. അപ്പോൾ ഇവർ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അന്നത്തെ ദേവസ്വം മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന ആളും ഒരു ദളിത് വംശനുമാണ്. അപ്പോൾ ഇത് കണ്ണിൽ പൊടിയിടാനുള്ളതെന്ന് വ്യക്തമല്ലേ? ഇവരുടെ ഉള്ളിൽ ജാതീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവല്ലേ ഈ അഫിഡവിറ്റ്? ഇനി ഇത് ഇത്രയും പോണ്ട, ഇതിനകത്ത് വിടാം. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത്, അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ കൊണ്ടുവന്നൊരു നിയമമുണ്ട്. സാധാരണ നമ്മുടെയൊക്കെ വീടൊക്കെ പൊട്ടിപ്പൊളിയുകയാണെങ്കിൽ നമുക്ക് അലവൻസ് കിട്ടും, ഒരു തുക കിട്ടും സർക്കാരിൽ നിന്ന്, അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ. ഇതുപോലെ പ്രളയങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീത്തയായി പോയാൽ നമുക്കൊരു 4 ലക്ഷം രൂപ കിട്ടും. ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നമുക്ക് പൈസ കിട്ടും. ഈ പൈസ അഗ്രഹാരങ്ങളുടെ പുനർനിർമ്മാണത്തിന് കിട്ടുന്നത് 10 ലക്ഷം രൂപയാണ്. അഗ്രഹാരങ്ങളിൽ താമസിക്കുന്ന ആരാ? കൊലയനാണോ? വേറെ എന്തെങ്കിലും ജാതിക്കാർ? ഇല്ല, ബ്രാഹ്മണരാ. ബ്രാഹ്മണർക്ക് 10 ലക്ഷം രൂപ, സാധാരണ ബാക്കിയുള്ള എല്ലാ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് എല്ലാം 4 ലക്ഷം രൂപ. ഹൗ കംസ്? ആധിക്യമാണ് ഞാൻ പറയുന്നത്, ജാതീയതയുടെ ആധിക്യമാണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിലുള്ള ആധിക്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇത് സമൂഹത്തിൽ വല്ലാത്തൊരു മാനസിക രോഗമാണ് ഈ ജാതീയത. അത് മനസ്സിലാക്കണമെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങളുടെ കണ്ണിൽ പെട്ടാലേ മനസ്സിലാവുകയുള്ളൂ. കറുപ്പ് എന്ന കളറിനേക്കാൾ ഉപരി, കളർ വേരിയേഷനേക്കാൾ ഉപരി ജാതീയ വ്യത്യാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ കെ.ആർ. നാരായണൻ്റെ കോളേജിൽ നടന്നൊരു സംഗതി, ഈ വിഭാഗത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് കൂലിപ്പണി എടുപ്പിക്കേണ്ടവരാണ് അവർ. താഴ്ന്ന ജാതിക്കാരുണ്ട്, താഴ്ന്ന രീതിയിലുള്ള ജോലികളൊക്കെ അവരുടേതാണ്, അല്ലെങ്കിൽ അവരുടെ ലെവൽ അതിൻ്റെ മുകളിൽ വരാൻ പാടില്ല എന്നൊരു മാനസിക അവസ്ഥയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാനിത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് ആധിപത്യം നേടിയ ഉന്നത കുല ജാതരുടെ ഒരു കാര്യമാണ് പറയണത്. കമ്മ്യൂണിസം മൊത്തം അതാണെന്നല്ല ഞാൻ പറയണത്. അതിനെ വിശ്വസിച്ച് അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് നിൽക്കുന്നവർക്ക് കൂടെ മാനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു നീക്കമല്ലേ ഇതൊക്കെ? ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കലയുടെ പിന്നെ കൊലയാളിയുടെ വക്കീൽ മാർക്സിസ്റ്റ് നേതാവാണ്. പുള്ളിക്കാരനിക്ക് താല്പര്യമുള്ള അതായത് പറഞ്ഞില്ലേ, സെക്രട്ടറിയാണ് അദ്ദേഹം. ഇവർക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് നിൽക്കുകയാണ്. കൊലപാതകയ്ക്ക് വക്കാലത്ത് നിൽക്കുന്നത് ആരാ? അതാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് ലിങ്ക് എവിടെയാണെന്ന് ഒരു സംശയം രൂപീകരിച്ച് അവർ സംശയം പറഞ്ഞപ്പം ഞാനും ആ സംശയത്തിൻ്റെ പിറകെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യം പിടികിട്ടിയത്. എനിവേ, ഇത്രയേ ഉള്ളൂ വസ്തുത. താഴ്ന്ന ജാതിക്കാർക്ക് ഒരു നീതി, ഉയർന്ന ജാതിക്കാർക്ക് മറ്റൊരു നീതി. ആകെ 11% വരുന്ന ഇവരാണ് ബാക്കിയുള്ള ആൾക്കാരെ ആണ്ട് പടയ്ക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളുകൾക്ക് ഇപ്പുറവും സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു വിഭാഗം നമ്മൾക്കിടയിൽ ഉണ്ടോ? ഉണ്ട്. അവരാണ് താഴ്ന്ന ജാതിക്കാർ. നമ്മൾ എന്തുകൊണ്ട് RSSനെ എതിർക്കുന്നു? എന്തുകൊണ്ട് BJP ഗവൺമെൻറ് നമ്മൾ എതിർക്കുന്നു? ജാതീയത, വർഗീയത, ഇതല്ലേ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. അതിൻ്റെ തെളിവല്ലേ ഇപ്പം ഈ കാണുന്ന ഈ ക്രയവിക്രയ ചർച്ചവ് ഇതൊക്കെ. ഒരു പെൺകുട്ടിയെ പോട്ടെ, ദളിതെന്ന് വേണ്ട, 19 വയസ്സുള്ള ഒരു കുട്ടിയെ അയൽവക്ക ചണ്ടയാവട്ടെ കുറച്ച് 2 ആണുങ്ങൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഹോസ്പിറ്റലൈസ് ആയി കിടക്കുന്ന ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കാൻ ശ്രമിക്കുന്നു. അവൾ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ മേലെ ആക്ഷൻ എടുക്കുന്നില്ല, കോംപ്രമൈസും ചെയ്ത് അതങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ആ പെൺകുട്ടിയോ ഒരു പെൺകുട്ടിയാണ് എന്നൊരു കൺസേൺ, 19 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നേർപ്പെട്ട അപമാനം, അവളെ തല്ലി ഹോസ്പിറ്റലൈസ് ആക്കിയ ഒരു വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഒരു സിറ്റുവേഷൻ. അത് ജാതീയത ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം. അത് മാർക്സിസ്റ്റുകാരനായ പ്രതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവർ കാണിച്ച ഉത്സാഹമല്ലേ? ഈ ഒരു പെൺകുട്ടിയുടെ വിഷയം സംസാരിക്കാനാണോ നിയമസഭ? ഈ ഒരു പാർലമെൻറ്റിലേക്ക് അതാണോ അവിടെ നടക്കേണ്ടത്?
നമ്മൾക്ക് അത്യാവശ്യ കാര്യങ്ങളും ബാക്കിയുള്ള വിഷയങ്ങളും പറയുന്നിടത്തേക്ക് അവിടെ ഒരു സഭാ സ്തംഭനം നടത്തിക്കൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുകയും ഈ സഭ സ്തംഭിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി ഈ വിഷയം ഏറ്റെടുക്കുകയും കേസിൽ ആ പ്രതിയെ പിടിക്കൂ എന്ന് ഓർഡർ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന സംഗതി? ക്രിമിനലിസം അല്ലേ? ക്രിമിനലിസമാണ് അവർക്ക് താല്പര്യമെന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മുടെ പാർട്ടിക്കാർ ക്രിമിനൽ കുറ്റം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, അത് നാരില്ല, അത് നമുക്ക് അക്സെപ്റ്റബിളാണ് അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം? എനിക്കെങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക. പിന്നെ സഖാക്കളെ, ഞാനും സഖാത്തിയാണ്. അത്യാവശ്യത്തിൽ കൂടുതൽ എൻ്റെ കയ്യിലിരിക്കുന്ന മുഴുക്ക കയ്യിലിരിപ്പാണ്. ഞാൻ ആ കയ്യിലിരിപ്പ് താഴെ എഴുതി വയ്ക്കുക. എനിക്ക് എങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അങ്ങനത്തെ ഒരു പിണ്ണാകിനോട് ഒരു പേടിയില്ലാത്ത സാധനമാണ്. ഞാൻ നല്ല തരും. അപ്പോൾ അത് വാങ്ങിക്കാൻ തയ്യാറായിട്ട് സഖാക്കൾക്ക് വന്ന് നിരങ്ങാം. പിന്നെ ഫോണ് വിളിച്ചുള്ള ത്രട്ടനിങ്ങും എന്നെ അങ്ങ് മൂക്കിക്കയറ്റും എന്നുള്ള പേടിപ്പിരുന്ന് ഇങ്ങോട്ട് എടുക്കത്തില്ല, അതിവിടെ എടുക്കൂല. ഇത് പറയണം. ഒരാളെങ്കിലും പറയാനുണ്ടാകണ്ടേ? നിങ്ങളെ ഭയക്കുന്നവർ അങ്ങനെയുള്ളവരായിരിക്കും. ജാതീയത, വർഗീയത സമൂഹത്തിനാപത്താണ്. അതൊരു സോഷ്യൽ ഈവിളാണ്. അത് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കും. ആ സാധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നെപ്പോലെ 100 പേരുണ്ടാകും, എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ടാകും, കോടിക്കണക്കിന് ആളുകളുണ്ടാകും. എന്തുകൊണ്ടാണ് BJPക്ക് ഇത്തവണ വോട്ട് കൂടുതൽ കിട്ടിയതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. വീണ്ടും കാണാം പുതിയൊരു വിഷയവുമായി. താങ്ക് യു സോ മച്ച്. കമൻസിൽ മാന്യത പുലർത്തിയാൽ മാന്യത അങ്ങോട്ടും കിട്ടും. കമൻസിൽ മാന്യത ഇല്ലായ്മ പുലർത്തിയാൽ അമാന്യത അങ്ങോട്ടും കിട്ടും. അത്രയേ ഉള്ളൂ. നോട്ട് ദ പോയിന്റ്. താങ്ക് യു.